ഹലോ, വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. ഇന്ന് വന്നിട്ടുള്ളത് കോമ്പൗണ്ട് വേർഡ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോമ്പൗണ്ട് നൗൺസ്. വാട്ട് ഈസ് കോമ്പൗണ്ട് നൗൺ? ഒന്നോ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു വാക്കായി പറയുന്നതിനെ, ഒരു നാമമായി പറയുന്നതിനെ, അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തേതാണ് ക്ലോസ്ഡ് നൗൺ. ഇതൊരു വൺ വേർഡാണ്. അതായത് 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മളൊരു വാക്കായിട്ട് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ടൂത്ത് എന്നുള്ള ഒരു വേർഡും പേസ്റ്റ് എന്നുള്ള ഒരു വേർഡും, ഇങ്ങനെ 2 നൗണുകളെ നമ്മൾ കൂട്ടിച്ചേർത്ത് ടൂത്ത് പേസ്റ്റ് എന്ന ഒറ്റ വേർഡായിട്ട് യൂസ് ചെയ്യുന്നു. അനദർ എക്സാമ്പിൾ, ബെഡ്റൂം, ബെഡ് പ്ലസ് റൂം അല്ലെ, ബെഡ്റൂം. ഫുട്ബോൾ, സൺലൈറ്റ്. ഇതൊക്കെ ക്ലോസ്ഡ് വേർഡ്സ് ആണ്. കോമ്പൗണ്ട് നൗണിലെ ഒന്നാമത്തെ ഘട്ടത്തിൽ വരുന്ന ക്ലോസ്ഡ് നൗൺസ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ഹൈഫണേറ്റഡ് വേർഡ്സ്. ഹൈഫണേറ്റഡ് നൗൺസ് എന്ന് പറയുമ്പോൾ വേർഡുകൾക്കിടയിൽ ഹൈഫൺ ഉണ്ടായിരിക്കും, പക്ഷേ ഇതൊരൊറ്റ വേർഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മദർ ഇൻ ലോ, സൺ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ. ഇതെല്ലാം ഈ ഹൈഫണേറ്റഡ് നൗൺസിന് എക്സാമ്പിളാണ്. തേർഡ് വൺ നോക്കൂ. തേർഡ് വൺ ഓപ്പൺ വേർഡ്സ് ആണ്. വാട്ട് ഇസ് ഓപ്പൺ വേർഡ്സ്? ഓപ്പൺ വേർഡ്സ് മീൻസ് സെപ്പറേറ്റ് വേർഡ്സ്. ദർ ഇസ് എ സ്മോൾ സ്പേസ് ബിറ്റ്വീൻ ദം. സെപ്പറേറ്റ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ബസ് സ്റ്റോപ്പ്. ബസ് പ്ലസ് സ്റ്റോപ്പ്, ഇതാണ് ബസ് സ്റ്റോപ്പായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ ഐസ്ക്രീം, സ്കൂൾ ബാഗ്, എക്സെട്ര. ഇതാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.